എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഒക്ടോബർ മാസം 19-ാം തീയതി ഞായറാഴ്ച നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം വിവാഹം സ്നേഹത്തിലുള്ള ശാശ്വത ജീവിതം എന്നതാണ്. അതിന് ഉപോത്ബലകമായി ലഭിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 1 മുതൽ 20 വരെയും, ലേഖന വേദഭാഗം എബ്രായർ 13 1 മുതൽ 6 വരെയും, സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 9 വരെയുമാണ്. ഏറെ പ്രതീക്ഷകളോടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ് കൂടുതലും. പലർക്കും ഇത് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെ ഒരു പൂർത്തീകരണമായി കാണാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്ന കുടുംബ ജീവിതം എപ്രകാരമുള്ളതായിരിക്കണമെന്ന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നു. ഇന്ന് അനേകരുടെ ബന്ധങ്ങൾ ദീർഘകാലം നിലനിന്ന് പോകാത്തതിൻ്റെ കാരണങ്ങൾ മാനുഷികമായിട്ടുള്ള പല പ്രശ്നങ്ങളാണ്. 1-ാം വേദഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്നത് താൻ ആഗ്രഹിച്ച പെൺകുട്ടിക്ക് വേണ്ടി ദീർഘനാൾ കാത്തിരുന്ന യാക്കോബിനെ കുറിച്ചാണ്. ദീർഘനാളുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 7 വർഷവും പിന്നീട് ഒരു 7 വർഷവും കാത്തിരിക്കുന്നു. ആ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത് യാക്കോബ് അവളെ സ്നേഹിക്കൊണ്ട് ഈ കാത്തിരിപ്പിൻ്റെ മുഷിപ്പ് ഒന്നും ഉണ്ടായില്ല എന്നതാണ്. അപ്പോൾ സ്നേഹം അസഹിഷ്ണുതകളെ അകറ്റുന്ന മരുന്നാണ് എന്ന് യാക്കോബ് ജീവിതം കൊണ്ട് തെളിയിക്കുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന് ഒരു പ്രത്യേക തരം പേരുണ്ട്: ഏജ് ഓഫ് ഇൻടോളറൻസ്, അസഹിഷ്ണുതയുടെ കാലം. അത് കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ഒക്കെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ആർക്കു വേണ്ടിയും കാത്തിരിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് അസഹിഷ്ണുത വർദ്ധിച്ച് പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിൽ പല കുടുംബ ജീവിതങ്ങളും തകരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അസഹിഷ്ണുതയാണ് എന്നിരിക്കെ യാക്കോബ് നമുക്ക് ഒരു റെമഡി പറഞ്ഞു തരുന്നു. അത് ജീവിതം കൊണ്ടാണ്. 14 വർഷം കാത്തിരുന്ന് ഭാര്യയെ സ്വീകരിക്കുന്ന യാക്കോബിന് കാത്തിരിപ്പ് മുഷിപ്പ് ഉളവാക്കിയില്ല. കാരണം അവളെ ആഴമായി സ്നേഹിച്ചിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും കാത്തിരിക്കാൻ സാധിക്കുന്നില്ല. ഇത് അപകടകരമായ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന ഉറപ്പുണ്ടെങ്കിൽ ആ ജീവിതം വളരെ ഊർജ്ജസ്വലമായിരിക്കും. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ജീവിതമാണ്. കാത്തിരിക്കാൻ ആരുമില്ല എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായി നമ്മൾ കണക്കാക്കണം. രണ്ടാമത്, എബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. എല്ലാവർക്കും വിവാഹം മാന്യമാണ്. കാരണം അതിനൊരു വേദപുസ്തക അടിസ്ഥാനമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആരംഭ ഭാഗത്ത് കാണുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവരെ രണ്ടാക്കി, ആ രണ്ടായവരെ വീണ്ടും ഒന്നാക്കി കൂട്ടിച്ചേർക്കുന്ന മഹനീയമായ ഒരു കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ദൈവിക ഇടപെടലിൻ്റെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം കൂടെയാണ്. കുടുംബജീവിതം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല,
പുതിയ ഒരു തലമുറയെ രൂപാന്തരപ്പെടുത്തി വാർത്തെടുക്കാനുള്ള വലിയ ദൗത്യം ദൈവം ഏൽപ്പിക്കുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഭൂമിയിലെ ഏറ്റവും ചെറിയ പതിപ്പെന്നാണ് കുടുംബത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മൂല്യവത്തായ ഒരു ജീവിതക്രമത്തിലേക്ക്, ഒരു സ്ഥാപനത്തിലേക്ക് ദൈവം തമ്പുരാൻ രണ്ട് വ്യക്തികളെ കൂട്ടിച്ചേർക്കുന്നത് തൻ്റെ ദൗത്യം അവിടെയും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 3 മുതലുള്ള ഭാഗത്ത് പരീശന്മാരുടെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? അന്നത്തെ ഒരു സോഷ്യൽ കസ്റ്റം അങ്ങനെയൊക്കെ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ആവാം ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ആർക്കും ആരെയും ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയാം എന്ന ചില കിരാത നിയമങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഒരു പുരുഷാധിപത്യം നിലനിൽക്കുമ്പോൾ അതിനെ വളരെ വ്യക്തമായി അവരുടെ ആഗ്രഹങ്ങളെ, ദുരാഗ്രഹങ്ങളെ പൊളിച്ചടുക്കി കർത്താവ് അവർക്ക് ഉത്തരം നൽകുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് വിവാഹ ബന്ധങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഉപദേശം ഇതൊരു വലിയ കരാറിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ പ്രവേശിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ മധ്യസ്ഥൻ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൗദാശികമായിട്ടുള്ള ബന്ധമാണ് എന്ന് നാം പഠിക്കുന്നു. കുടുംബജീവിതം ഏറെ മാന്യമായും മൂല്യവത്തായും നിലനിന്ന് മുൻപോട്ട് പോകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായും നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അവരുടെ മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത്. സ്നേഹം എന്തൊക്കെ ചെയ്യുന്നില്ല എന്നതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ, ഒന്നിച്ച് മുൻപോട്ട് പോകാനുള്ള ഊർജം ഈ സ്നേഹത്തോടെയുള്ള കാത്തിരിപ്പിൽ നിന്ന് ലഭിക്കും. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ മധ്യസ്ഥനായി അവിടുന്ന് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. കാലാകാലങ്ങളിൽ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ ചെറിയ പതിപ്പായി ജീവിപ്പാൻ അനേകരെ അവിടുന്ന് കൂട്ടിച്ചേർത്തുവല്ലോ. പുതിയ തലമുറയെ വാർത്തെടുപ്പാൻ ഞങ്ങൾക്ക് ദൈവികമായ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.